മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 287 എപ്പിസോഡിൽ അംബ്രാഗ്രീസിയ എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം, ഇവിടെ കുറച്ച് കൂടുതലായിട്ടുള്ള വിശദീകരണം വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കൽക്കേറിയുമായിട്ടുള്ള കമ്പാരിസൺ, അത് കൽക്കേറിയുടെ ലെക്ചറിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്, വരുന്നുണ്ട്. അതുപോലെ ഈ അംബ്രാഗ്രീസിയയുടെ ബ്ലീഡിങ്ങിൻ്റെ നേച്ചർ, ഒരുപാട് തരം ബ്ലീഡിങ് വരുന്ന ഒരു ഔഷധമാണത്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇഗ്നേഷ്യയും നാട്രമ്യൂറുമായിട്ടുള്ളൊരു കമ്പാരിസൺ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഔഷധത്തെ അടുത്തറിയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കവ വിശദമായിട്ട് പരിശോധിക്കാം. Again, we find under the eye symptoms dullness of vision as if from looking through a mist. ഒരു മൂടൽമഞ്ഞിലൂടെ നോക്കുന്ന പോലെ ഒരു മങ്ങിയ കാഴ്ച. അത് കൊട്ടേഷനാണ്. There is dimness of vision coming on without any condition in the eye that would justify it. കാരണം പറയാനില്ല, കണ്ണിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം പറയാനില്ല. കാഴ്ച മങ്ങുന്നു, കാഴ്ചയുടെ കുറവ്, അതിന്ന കാരണമെന്ന് പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അംബ്രാഗ്രീസിയ അത് കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ നെർവസ് ഡിംനെസ് ഓഫ് വിഷൻ, എ സെനൈൽ പാരലിസിസ് കമ്മിങ് ഓൺ. ഇത് നാഡീസംബന്ധമായ ഒരു കാഴ്ചമങ്ങലാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മലയാളി ജർമ്മൻ പൗരനാണ്. ഹോമിയോപ്പതിയെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അമേച്ചർ ഹോമിയോപ്പാത്ത് കൂടിയായിരുന്നു. ആൾക്ക് കാഴ്ച മങ്ങി. ജർമ്മനിയിലായിരുന്നു. കാഴ്ച വലിയ പ്രായമൊന്നുമില്ല, 30 വയസ്സ് 35 വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ കാഴ്ച മങ്ങി. ഒരുപാട് പരിശോധന നടത്തി, വിശേഷിച്ച് കാരണമൊന്നുമില്ല. ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഒരു ഫലമുണ്ടായില്ല. അവസാനം കാരണം കണ്ടെത്തി. നേത്രനാഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. അതിന് കാര്യമായിട്ടുള്ള ചികിത്സയൊന്നുമില്ല. ഈ സംഭവം ഒരു 10-30-40 വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. അപ്പോഴത്തെ ജർമ്മനിയിലെ കാര്യമാണത്. അങ്ങനെ ആൾ നാട്ടിൽ വന്ന് ഹോമിയോപ്പാത്തിനെ കണ്ടു. ഇവിടെ അതിന് ചികിത്സയുണ്ടെന്ന് മനസ്സിലായി. തിരിച്ചു പോയിട്ട് ജർമ്മനി ഹോമിയോപ്പതിയുടെ ജന്മനാടാണെങ്കിലും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഹോമിയോപ്പതി പ്രാക്ടീസൊന്നും ഇല്ലാത്തൊരു നാടായിരുന്നു ആ സമയത്ത്, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ഒരു ഹോമിയോപ്പാത്തിനെ ഒരു വിദൂരമായൊരു ഗ്രാമപ്രദേശത്തിൽ ഒരു ഹോമിയോപ്പാത്തിനെ കണ്ടെത്തി. ആളുടെ ചികിത്സയിൽ കാഴ്ച കൂടുതൽ മങ്ങാതെ ആ ഒരവസ്ഥയിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഡിംനെസ് ഓഫ് വിഷൻ അങ്ങനെ തന്നെ ഉണ്ട്, ഇമ്പ്രൂവ് ചെയ്തില്ല, പക്ഷേ അങ്ങനെ തന്നെ നിന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സംഭവം എന്നോട് പറയുമ്പോൾ ആൾക്കൊരു 65 വയസ്സൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആൾ ആ കാര്യത്തിലൊരു ഹോമിയോപ്പതിയുടെ ഒരു പാരമ്പര്യം, അമേച്ചർ ഹോമിയോപ്പതി പാരമ്പര്യം കൂടെയുണ്ട്, കുറേ മുൻവിധി ആൾക്കുണ്ടായിരുന്നു. അത് അങ്ങനെ നടക്കും, അതിലപ്പുറം പോവില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ചികിത്സയ്ക്ക് ഞാൻ മറ്റൊരു ഹോമിയോപ്പാത്തിനടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആൾ വന്നില്ല. ഒരു സെനൈൽ പാരാലിസിസ് കമ്മിങ് ഓൺ, പ്രായാധിക്യത്തിൽ വരുന്ന തളർച്ച. ഇന്നിപ്പോൾ സ്ട്രോക്ക്, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സെനൈൽ പാരാലിസിസ് ഇന്നത്തെ ഒരു പ്രായമേറിയവരിൽ വരുന്ന സ്ട്രോക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊന്നെങ്കിലും അർത്ഥം ഈ സെനൈൽ പാരാലിസിസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇച്ചിങ് ഓൺ ഐലിഡ് ആസ് ഇഫ് എ സ്റ്റൈ വാസ് ഫോമിങ്, ഒരു കണ്ണിലൊരു കുരു വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെ കൺപോളകളിൽ ചൊറിച്ചിൽ, അതും കൊട്ടേഷനാണ്. ഇച്ചിങ് ഈസ് ഫെൽറ്റ് ഓൾ ഓവർ ദ ബോഡി. ഇവിടെ ഇച്ചിങ് ഇറ്റാലിക്സ് ആണ്. ശരീരം മുഴുവൻ ഈ ചൊറിച്ചിലുണ്ടാകാം. ഇച്ചിങ് ഇൻ ഓൾ ദ ലിറ്റിൽ ഓപ്പണിങ്സ്, കൊച്ചു തുറവികളിലെല്ലാം. എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. നവദ്വാരങ്ങൾ കൂടാതെ വിയർപ്പ് പുറപ്പെടുവിക്കുന്ന ദ്വാരങ്ങളും ഇവിടെ ഈ സ്മോൾ ഓപ്പണിങ്സിൽ വരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ശരീരം മുഴുവൻ ചൊറിച്ചിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം മുഴുവൻ ചൊറിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചില സ്ഥിരം ഔഷധങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ ഓർക്കണം. ഇങ്ങനെയുള്ള പെട്ടെന്ന് ചിന്തയിൽ വരാത്ത ഔഷധങ്ങളിലും അത്തരം ലക്ഷണങ്ങളുണ്ട്. എമംഗ് ദ സിംറ്റംസ് ദാറ്റ് ആർ നോട്ട് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് ദാറ്റ് ആർ ഡിസൈഡഡ് സിംറ്റംസ് ബിലോങ്ങിങ് ടു ദിസ് റെമഡി ആർ. അപ്പോൾ ഇതൊരു ടെക്സ്റ്റിലില്ല, ഗൈഡിങ് സിംറ്റംസിൽ ഈ ഇത്ര ഇല്ലാത്തതും എന്നാൽ ഈ ഔഷധത്തിൽ ഉണ്ടെന്ന് കെൻറ്റിന് ബോധ്യമുള്ളതുമായിട്ടുള്ള ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, കൊട്ടേഷനാണ് പറയുന്നത്.
പ്രസ്സിങ് ഹെഡ് ഏക്ക് സ്റ്റാർട്ടിങ് ഫ്രം ബോത്ത് ടെമ്പിൾസ്, ഇരുജന്നികളിൽ നിന്നും ആരംഭിച്ച് വ്യാപിക്കുന്ന ഞെക്കുന്ന തരത്തിലുള്ള തലവേദന. ഡ്രോയിങ് ആൻഡ് ടിയറിങ് ഇൻ ദ ഹെഡ്, തലയിൽ വലിക്കുന്ന പോലെ വലിച്ചു കീറുന്ന പോലുള്ള അനുഭവങ്ങൾ. ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുന്നു. ഷൂട്ടിംഗ് ത്രൂ ദ ഹെഡ്, തലയിലൂടെ തുളച്ചു കയറുന്ന വേദനകൾ. ലാൻസിനേറ്റിംഗ്, കട്ടിംഗ് പെയിൻസ്, വെട്ടിമുറിക്കുന്ന പോലെ കീറുന്നത് പോലുള്ള വേദനകൾ. വേഴ്സ് ഓൺ എക്സേർഷൻ, അധ്വാനം കൊണ്ട് ഈ തലവേദനകൾ വർദ്ധിക്കും. ബെറ്റർ ഫ്രം ക്വയറ്റ് ആൻഡ് ലൈങ്, ശാന്തമായിരിക്കുന്നതുകൊണ്ടും കിടക്കുന്നതുകൊണ്ടും ഈ തലയിലെ വേദനകൾ ശമിക്കും. ഇതൊക്കെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ലക്ഷണങ്ങൾ എന്ന രീതിക്ക് എൻ്റെ പറയുന്നതാണ്. ഹെഡ് ഏക്ക് ഫ്രം ബ്ലോയിങ് നോസ്, മൂക്കി കീറ്റുമ്പോൾ തലവേദന. പ്രസ്സിംഗ് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഫ്രോണ്ടൽ എമിനൻസ്, ഇടതുവശത്ത് നെറ്റിയുടെ മുൻഭാഗത്ത് ഇടതുവശത്ത് ഞെക്കുന്ന പോലുള്ള വേദന. ആൻഡ് ഇൻ ദ ഐ, കണ്ണിലും ഈ ഞെക്കുന്ന വേദനയുണ്ട്. ബേണിംഗ് ഇൻ ദ റൈറ്റ് ഐ ആൻഡ് ഇൻ ദ റൈറ്റ് ലിഡ്സ്, വലതുവശത്തെ കണ്ണിലും കൺപോളകളിലും പൊള്ളല്. ടിയറിംഗ് ഇൻ ഷോർട്ട് സ്ട്രീക്സ് ഇൻ ആൻഡ് അപ്പോൺ ദ റൈറ്റ് ഐ. പ്രഷർ ഓൺ ദ ലെഫ്റ്റ് ഐബ്രോ. ഷൂട്ടിംഗ് അഗ്രവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ലാക്രിമേഷൻ. ഇതെല്ലാം കൊട്ടേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇവിടം വരെ, ലാക്രിമേഷൻ വരെ. വലതുവശത്തെ കണ്ണിൽ ഇനിയും ലക്ഷണങ്ങൾ. ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കീറുന്ന പോലെ, ഒരു വലിച്ചു കീറുന്ന ഒരു വേദന. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ. ഐബ്രോ, പുരികത്തിൻ്റെ അവിടെ ഞെക്കുന്ന പോലെ, തുളച്ചു കയറുന്ന പോലെ വേദന. ഇതൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം വർദ്ധിക്കും. കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുകയും ചെയ്യും. ഇത്രയും കൊട്ടേഷനാണ്. ദീസ് ആർ ഇൻ ദ ഒറിജിനൽ പ്രൂവിങ്സ്. ഇത് ശരിക്കുള്ള പ്രൂവിങ്സ് ഉണ്ടായിരുന്നു, ബട്ട് നോട്ട് ഇൻ ദ ടെക്സ്റ്റ്. അതൊന്നും രേഖപ്പെടുത്തി വെച്ചില്ല. ദേ ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട്, അവയെ ഒഴിവാക്കി കളഞ്ഞാണ്. ദിസ് ഈസ് ദ കേസ് ഓൾ ത്രൂ ദ ഗേഡിങ് സിംറ്റംസ്. ഈ ഗേഡിങ് സിംറ്റംസിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഈ ഒരു ചില ലക്ഷണങ്ങൾ അപ്രധാനമെന്ന് കരുതി ഒഴിവാക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് വർ ലെഫ്റ്റ് ഔട്ട് ബിക്കോസ് ഇറ്റ് വാസ് നെസറി ടു കട്ട് ഡൗൺ ദ വർക്ക്. പണി കുറക്കാൻ വേണ്ടിയിട്ട്, പുസ്തകത്തിൻ്റെ വലിപ്പം കുറക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ടോ, അല്ലെങ്കിൽ പിന്നീട് അത് വെച്ചുകൊണ്ട് കേസ് സ്റ്റഡി ചെയ്യുമ്പോഴുള്ള പണി കുറക്കാനോ, എന്താണ് ഈ വർക്കെന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ട പല സിംറ്റംസും ഒഴിവാക്കി കളഞ്ഞു. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊട്ടേഷനിലാണ്. ഹിയറിംഗ് ഡിക്രീസസ്, കേൾവി കുറയുന്നു, കൊട്ടേഷനാണ്. ഡൾനെസ് ഓഫ് ഹിയറിംഗ് വിത്തൗട്ട് എനി ഓർഗാനിക് അഫക്ഷൻ ഓഫ് ദ ഇയർ. നേരത്തെ കണ്ണിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഘടനാപരമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ കേൾവി മന്ദീഭവിച്ചു പോയി. ഇവിടെയും നാഡീസംബന്ധമായ പ്രശ്നങ്ങളാണ്. സോ പെർവേർട്ടഡ് ഈസ് ഹിസ് എബിലിറ്റി ടു ഹിയർ ദാറ്റ് മ്യൂസിക് അഗ്രവേറ്റ്സ് ഹിസ് സിംറ്റംസ്. അപ്പോൾ അയാളുടെ കേൾവി ശക്തി അത്രയ്ക്ക് വികലമായി തീർന്നു, പെർവേർട്ടഡായി തീർന്നു. സംഗീതം അയാളുടെ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുവോളം, ഏത് ലക്ഷണത്തെയും സംഗീതം വർദ്ധിപ്പിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു, അത്രയ്ക്ക് അയാളുടെ കേൾവി ആകെ കലുഷിതമാണ്. ദാറ്റ് ഈസ് ത്രൂ ദ നെർവ്സ് ഓഫ് ഹിയറിംഗ്. നേരത്തെ കണ്ണിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കേൾവിയുടെ ശ്രവണ നാഡികളിൽ വന്നിരിക്കുന്ന ക്രമരാഹിത്യമാണ്. ഇനി വീണ്ടും കൊട്ടേഷനാണ്. ലിസണിങ് ടു മ്യൂസിക് ബ്രിങ്സ് ഓൺ കഞ്ചഷൻ ടു ഹെഡ്. സംഗീതം കേൾക്കുമ്പോൾ തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്ന പോലെ, തല വിങ്ങി നിറയുന്ന പോലെ തോന്നുന്നു. മ്യൂസിക് അഗ്രവേറ്റ്സ് ഹിസ് കോഫ്. സംഗീതം അയാളുടെ ചുമയെപ്പോലും വർദ്ധിപ്പിക്കുന്നു. തിങ്ക് ഓഫ് വൺ കമൻസിങ് ടു കോഫ് സിംപ്ലി ബിക്കോസ് ഓഫ് ഹി ഹിയേഴ്സ് മ്യൂസിക്. ആലോചിച്ച് നോക്കൂ, സംഗീതം കേൾക്കുന്നതുകൊണ്ട് ഒരാൾ ചുമക്കുക അത്രത്തോളം വിചിത്രമായ ഒരു അവസ്ഥയാണ്. വാട്ട് എ സ്ട്രേഞ്ച് തിങ് ദാറ്റ് ഈസ്. കൽക്കരെ ഹാസ് സച്ച് സെൻസിറ്റീവ്നെസ് ദാറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ പിയാനോ ഈസ് പെയിൻഫുൾ ഇൻ പാർട്സ്, എസ്പെഷ്യലി ഇൻ ദ ലാരിങ്സ്. കൽക്കരയുടെ കാര്യത്തിൽ പിയാനോയുടെ കട്ട അമർത്തുമ്പോൾ അത് അയാൾ പ്രശ്നമുണ്ടാക്കുന്നു. എല്ലായിടത്തുമല്ല, ചില ഭാഗങ്ങളിൽ, സവിശേഷമായിട്ടും തൊണ്ടയ്ക്ക്, ലാരിങ്സിൽ, സ്വനപേടകത്തിൽ കൽക്കറിയിൽ പ്രശ്നമുണ്ടാകും. പിയാനോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കീബോർഡിന് ആ സ്ഥാനത്ത് നമുക്ക് വെക്കാം, ഏകദേശം കൃത്യമല്ലെങ്കിൽ. ദിസ് റെമഡി ഈസ് ഫുൾ ഓഫ് ബ്ലീഡിങ് ഇറ്റാലിസിലാണ്. കോപ്പിയസ് ബ്ലീഡിങ് ഫ്രം ദ നോസ് ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിൽ മൂക്കിൽ നിന്നും ധാരാളമായി ചോര വലിക്കുന്നു. ദർ വി ഗെറ്റ് ദ മോർണിംഗ് അഗ്രവേഷൻ അഗെയിൻ. അപ്പോൾ അതിനെ മോർണിംഗ് അഗ്രവേഷനുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാം. വി ഗെറ്റ് ദ ഐഡിയ ഓഫ് ദ ഫീബിൾ സർക്കുലേഷൻ ബിക്കോസ് ഓഫ് ദ ഈസി ഊസിങ്സ് ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻസ്. എല്ലാ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ നിന്നും, ശ്ലേഷ്മസ്ഥലങ്ങൾ ഇപ്പോൾ മൂക്ക് അടക്കം, അവിടെ നിന്നും രക്തം ഊറി വരുന്നു. അതിന് കാരണം രക്തചംക്രമണം വേണ്ടത്ര കരുത്തുറ്റതല്ല, അത്
ശുഷ്കമാണ്, അത് ക്ഷീണിതമാണ്. ഇനി കൊട്ടേഷനാണ്, കോപ്പിയസ് നോസ് ബ്ലീഡ് ഏർലി ഇൻ ബെഡ്. കാലത്തെ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ മുക്കിൽ നിന്ന് വല്ലാത്ത രക്തവാർച്ച. വീണ്ടും കൊട്ടേഷനാണ്, ഡ്രൈഡ് ബ്ലഡ് ഗാതേർഡ് ഇൻ നോസ്. ഇങ്ങനെ വന്ന ചോര മൂക്കിൽ കട്ടയായി ഒരു പൊട്ട പോലെ ഇരിക്കും. വീണ്ടും കൊട്ടേഷനാണ്, ലോങ് കണ്ടിന്യൂഡ് ഡ്രൈനെസ് ഓഫ് ദ നോസ്, ഫ്രീക്വന്റ് ഇറിറ്റേഷൻ ആസ് ഫ്രം സ്നീസിങ്. തുമ്മലുണ്ടാകുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിൽ പോലുമല്ലോ, അതുപോലുള്ളൊരു ചൊറിച്ചിൽ, മൂക്കിലിങ്ങനെ നീണ്ടു നിൽക്കുന്ന വരണ്ട അവസ്ഥ. അത്രയും കൊട്ടേഷനാണ്. ഇൻ ദ നോസ് ആൻഡ് ഓൾഡ് ഡ്രൈ കറ്റാർ വിത്ത് അട്രോപിക് കണ്ടീഷൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ. ശ്ലേഷ്മസ്തരങ്ങൾ, മൂക്കിലെ ശ്ലേഷ്മസ്തരങ്ങൾ ശോഷിച്ചു പോകുന്ന തരത്തിൽ ഒരു വരണ്ട കറ്റാറൽ കണ്ടീഷൻസ് മൂക്കിലുണ്ട്. ദ നോസ് ഇൻസൈഡ് ബിക്കംസ് ഷൈനി ആൻഡ് വിതേർഡ്. മൂക്കിൻ്റെ ഉൾഭാഗം തിളക്കമുള്ളതായിത്തീരുന്നു, ഇങ്ങനെ ദ്രവിച്ച് ശകലിതമായിത്തീരുന്നു. വിതേർഡാണ്, ശോഷിച്ചു. അട്രോപിക് കണ്ടീഷൻ തന്നെ വേറൊരു ഭാവം. ഡ്രൈനെസ് ഓഫ് ദ മൗത്ത് വിത്തൗട്ട് തേഴ്സ്റ്റ്. വായിൽ വരണ്ടിരിക്കുമ്പോൾ ദാഹം തോന്നും, സ്വാഭാവികമായിട്ട് വെള്ളം കുടിക്കുന്നതും. പക്ഷേ ദാഹമില്ല, പെക്യുലർ സിംറ്റമാണത്. വായിൽ വരേണ്ട അവസ്ഥ, ദാഹമില്ല. ബൈറ്റിംഗ് പെയിൻ ഇൻ ദ ത്രോട്ട് ബിറ്റ്വീൻ ദ ആക്ട്സ് ഓഫ് സോളോവിങ്. ആഹാരം വിഴുങ്ങുന്ന ആ പ്രക്രിയയുടെ ഇടയിൽ, രണ്ട് വിഴുങ്ങൽക്കിടയിൽ തൊണ്ടയിൽ കടിക്കുന്ന പോലുള്ള വേദന. റോനസ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ തൊലി പോയ പോലെ. ദ ത്രോട്ട് കംപ്ലൈൻസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്. തൊണ്ടയിലെ പ്രശ്നങ്ങൾ പ്രഭാതത്തിൽ വർദ്ധിക്കും. കംപ്ലൈൻസ് ആർ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് വേഴ്സ് ഫ്രം വാം ഡ്രിങ്ക്സ്, എസ്പെഷ്യലി ഫ്രം വാം മിൽക്ക്. ആഹാരം കഴിക്കുന്നതുകൊണ്ടും ചൂടുള്ള പാനീയങ്ങൾ, വിശേഷിച്ചും പാല് കുടിക്കുന്നതുകൊണ്ടും ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഈ കൊട്ടേഷനാണ്, ആഫ്റ്റർ ഈറ്റിംഗ് കോഫ് ആൻഡ് ഗാഗിങ്. ആഹാരം കഴിച്ച ശേഷം ചുമയും, തൊണ്ട അടച്ച പോലെയും, തൊണ്ടക്ക് ഞെക്കി പിടിച്ച പോലെയൊക്കെ. ദർ ഇസ് എ പെക്യുലർ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് അബൌട്ട് ദ ത്രോട്ട്. തൊണ്ടയിൽ ലക്ഷണങ്ങളുടെ സവിശേഷമായ ഒരു കൂടിച്ചേരലുണ്ട്. ഡ്രൈനെസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ് ഇൻ ദ ത്രോട്ട് which he tries to expel, and when making an effort to cough out the mucus, he gags and sometimes vomits. അപ്പോൾ തൊണ്ടയിൽ വരണ്ട അവസ്ഥയും കഫം ഇങ്ങനെ തളം കെട്ടിയ അവസ്ഥയും വരുമ്പോൾ അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ആള് ചുമക്കുന്നു. അപ്പോഴേക്ക് തൊണ്ട അടഞ്ഞു പോകുന്ന പോലെ, എന്നിട്ട് ഛർദ്ദിക്കുന്നു. വൊമിറ്റിംഗ് ഫ്രം കോഫ്, ചുമ കൊണ്ടുള്ള ഛർദി. വീക്ക്നെസ് അറ്റ് ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് ആഫ്റ്റർ എവരി ഇവാക്യുവേഷൻ ആൻഡ് ഓൾ ഗോൺ ഫീലിംഗ് ഇൻ ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. വയറിൻ്റെ അടിയിൽ എല്ലാം പോയതുപോലെ, വയറ്റിൽ നിന്ന് പോയ ശേഷം ആകെ എല്ലാം ഒഴിഞ്ഞു പോയതുപോലെ തോന്നൽ. അവിടെ ക്ഷീണം. പ്രഷർ ഡീപ്പ് ഇൻ ദ റീജിയൻ ഓഫ് ലിവർ. കരളിൻ്റെ ഭാഗത്ത്, ഉള്ളിൽ ഭാഗത്ത് വളരെ മർദ്ദം ചെലുത്തപ്പെടുന്നത് പോലെ തോന്നൽ. വേഴ്സ് ഇൻ ദ മോർണിംഗ്, അതും പ്രഭാതത്തിലാണ് വർദ്ധിക്കുന്നത്. വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കുന്നു. വേഴ്സ് ആഫ്റ്റർ സ്റ്റൂൾ, മലശോധനയ്ക്ക് ശേഷവും ആ പ്രശ്നം വർദ്ധിക്കുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ദ അബ്ഡമൻ വിത്ത് ഗ്രേറ്റ് ഫ്ലാറ്റുലൻസ്, എസ്പെഷ്യലി ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വിശേഷമായിട്ടും അടിവയറ് വീർത്ത് കെട്ടുന്നു, വല്ലാതെ വായുവെന്ന് നിറയുന്നു. സം സിംറ്റംസ് ആർ വേഴ്സ് ആഫ്റ്റർ ഡ്രിങ്കിങ്. ചില ലക്ഷണങ്ങൾ വെള്ളം കുടിച്ച ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ കുടിച്ച ശേഷം വർദ്ധിക്കുന്നു. സംടൈംസ് ദീസ് കംപ്ലൈൻസ് കം ഓൺ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്, റോസിങ് ഹിം അപ്പ് വിത്ത് റംബ്ലിംഗ് ആൻഡ് കട്ടിങ് ഇൻ ദ ബവൽസ്. ഇത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ അർദ്ധരാത്രി വന്നിട്ട് അയാളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നു. വയറിലാകെ ഇരമ്പല്, വയറിൻ്റെ ഭാഗത്ത് വെട്ടിമുറിക്കുന്ന പോലുള്ള വേദന. ദ അബ്ഡമൻ ഈസ് കോൾഡ്, ഇറ്റ് ഫീൽസ് ആസ് ഇഫ് ദ വോൾ ഇൻസൈഡ് ഓഫ് ദ അബ്ഡമൻ വേർ കോൾഡ്. ഉൾഭാഗത്ത് ഉൾത്തണുപ്പെന്ന്, ഉൾക്കുളിരെന്ന് പറഞ്ഞില്ലേ, അടിവയറ് തണുത്തിരിക്കുന്നു, അടിവയറിൻ്റെ ഉൾഭാഗത്തുള്ളതെല്ലാം തണുത്തതുപോലുള്ള അനുഭവം. അറ്റ് അതർ ടൈംസ് ദ കോൾഡ്നെസ് സീംസ് ടു ബി ഓൺ ദ സൈഡ് ഓഫ് ദ അബ്ഡമൻ. മറ്റ് സമയങ്ങളിൽ, ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിലല്ലാതെ മറ്റു സമയങ്ങളിൽ അടിവയറിൻ്റെ ഒരു വശത്താണ് തണുപ്പ്. ഇൻവെർട്ടറേറ്റ് കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് പേഴ്സൺസ് ആൻഡ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് എനിവൺ നിയർ അറ്റ് ദ ടൈം ഓഫ് സ്റ്റൂൾ. പ്രായമായ ആളുകളിൽ വല്ലാത്ത മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഇറ്റാലിക്സ് ആണ്. വിശേഷിച്ചും ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോവുകയില്ല. കൊട്ടേഷനാണ്, ഫ്രീക്വന്റ് ഇൻഎഫക്ച്വൽ ഡിസയർ ഫോർ സ്റ്റൂൾ. ദിസ് മേക്സ് ഹെർ വെരി ആങ്ഷ്യസ് and this time pressure of other persons and this frequent ineffectual desire for stool. This makes her very anxious. At this time presence of other persons becomes unbearable. നേരത്തെ പറഞ്ഞ തന്നെ മലശോധന നടത്താനുള്ള ഇടയ്ക്കിടക്ക് ഉള്ള തോന്നൽ വരുന്നു, പക്ഷേ മലം പോകുന്നില്ല. അത് ആ സ്ത്രീയെ വല്ലാതെ ഉത്കണ്ഠാകുലയാക്കുന്നു. ആ സമയത്ത് അങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുന്ന സമയത്ത് ഒരാളടുത്തുണ്ടെങ്കിൽ അവർക്ക് താങ്ങാനേ പറ്റുന്നില്ല. At the normal stool, there is pressure in the abdomen or a sense of emptiness and weakness in the abdomen, which is better after passing flatus or erectation. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മലം പോയി കഴിഞ്ഞാൽ അടിവയറിൻ്റെ ഭാഗത്ത് ഒരു മർദ്ദമോ അല്ലെങ്കിൽ ആകെ കാലിയായ ഒരു അനുഭവമോ അല്ലെങ്കിൽ അടിവയറിൽ തളർച്ചയോ ഉണ്ടാകാം. അതിന് ശമനം കിട്ടണമെങ്കിൽ മേൽവായുവോ കീഴ്വായുവോ പോകണം. ബ്ലഡി യൂറിൻ വിത്ത് റെഡ് സെഡിമെൻറ്റ് ഇൻ ദ യൂറിൻ, മൂത്രത്തിൽ രക്തനിറം, അത് മൂത്രം സൂക്ഷിച്ച് വെച്ചാൽ ചുവന്ന നിറത്തിൽ ഊറി വരും അടിയിൽ. യൂറിൻ വെൻ എമിറ്റഡ് ഈസ് ക്ലൗഡഡ്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് തന്നെ ആകെ മേഘവർണ്ണം കടന്ന പോലെ ക്ലൗഡിയാണ്. യെല്ലോയിഷ് ബ്രൗൺ ആൻഡ് ഡെപ്പോസിറ്റ് ബ്രൗണിഷ് സെഡിമെൻറ്റ്, അത് മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. അത് കുറച്ചു നേരം വെച്ചിരുന്നാൽ തവിട്ട് നിറത്തിൽ അത് അടിയിലൂറി വരും. ഇനി കൊട്ടേഷനാണ്. സോർ സ്മെല്ലിംഗ് യൂറിൻ, മൂത്രത്തിന് ഒരു ചവർപ്പ് മണം, വിനാഗിരിയുടെയൊക്കെ പോലത്തെ മണം. ദ യൂറിൻ ഈസ് കോപ്പിയസ്, മൂത്രം ധാരാളം വരുന്നു. ഈ വീണ്ടും കൊട്ടേഷനാണ്. ഡ്യൂറിങ് യൂറിനേഷൻ ബേണിംഗ്, സ്മാർട്ടിങ്, ഇച്ചിങ് ആൻഡ് ടിറ്റിലേഷൻ ഇൻ ദ യുറേത്ര ആൻഡ് വൾവ. അപ്പോൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് പൊള്ളൽ, നീറ്റൽ, ചൊറിച്ചിൽ എല്ലാം ഉണ്ട് ആ മൂത്രാശയത്തിൻ്റെ ഭാഗത്ത്. വീണ്ടും കൊട്ടേഷനാണ്. സോർ റോനെസ് ബിറ്റ്വീൻ ദ തൈസ്, അപ്പോൾ മൂത്രം സ്പർശിച്ചിട്ട് അവിടെ തൊലി പോയിട്ടാവാം, ആ തുടയുടെ ഭാഗത്ത് തൊലി പോയിട്ട് അവിടെ നീറ്റൽ. വീണ്ടും കൊട്ടേഷനാണ്. ഒളപ്ചോസ് ഇച്ചിങ് സ്ക്രോട്ടം, സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്ത് വല്ലാത്ത ചൊറിച്ചിൽ. വീണ്ടും കൊട്ടേഷൻ. വയലന്റ് മോർണിംഗ് ഇറക്ഷൻസ് വിത്തൗട്ട് ഡിസയർ, പ്രഭാതത്തിൽ ലൈംഗികമായ താല്പര്യം ഇല്ലാതെ തന്നെ വല്ലാതെ ഇറക്ഷൻ ഉണ്ടാകുന്നു, പീനിസ് ഇറക്ഷൻ ഉണ്ടാകുന്നു. വിത്ത് നമ്പനസ് ഓഫ് ദി ജെനിറ്റൽസ്, അതിനോടൊപ്പം പീനിസിലും മറ്റുമൊക്കെ ഒരു മരവിപ്പാണുള്ളത്. സെക്ഷൽ ഡിസയർ അല്ല, വെറുതെ ഇറക്ഷനാണ്. ദ സിംറ്റംസ് ആർ മോസ്റ്റ് ഇറാറ്റിക് ആസ് മച്ച് സോ ആസ് ഇൻ ഇഗ്നേഷ്യ ആൻഡ് നാറ്റർമ്യൂർ. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഒരു കൃത്യമായ രീതിയിലല്ല, ശരിയായ രീതിയിലുള്ള വരുന്നത്, വളരെ ഇറാറ്റിക് ആയിട്ടാണ് വരുന്നത്. അത് പരസ്പര ബന്ധമില്ലാത്ത തരത്തിൽ, യുക്തിയില്ലാത്ത തരത്തിലൊക്കെ വരും. ആ കാര്യത്തിൽ ഇഗ്നേഷ്യയും നാറ്റർമ്യൂറും സമാനമാണ്. ടേക്കൻ ആസ് എ ഹോൾ ദേ ക്യാൻ ബി റിക്കൺസൈൽഡ്, ബട്ട് ടേക്കൻ എ ഫ്യൂ അറ്റ് എ ടൈം ദേ സീം വണ്ടർഫുള്ളി ഇൻകൺസിസ്റ്റൻറ്റ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. പക്ഷേ ചില സമയത്ത് ഇതൊക്കെ അത് നമുക്ക് നിലനിൽക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെ വിശദീകരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യു മസ്റ്റ് ഗെറ്റ് ദ വോൾ റെമഡി ഇൻ ഓർഡർ ടു കോംപ്രഹെൻഡ് ഇറ്റ്. ഒരു പർട്ടിക്കുലർ സിംറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അത് എപ്പോഴും കാണണമെന്നുമില്ല, എല്ലാ പ്രൊവേഴ്സിനും കാണണമെന്നില്ല. പക്ഷേ ഔഷധത്തിന് മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായിട്ട് വേണേൽ കൂട്ടിച്ചേർത്ത് വായിക്കാം. നാഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ ശ്രവണം, കാഴ്ച, ചൊറിച്ചിൽ, ഇവിടെയൊക്കെ നാഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതും ഇതുമായിട്ട് കൂട്ടി വായിക്കാം. അപ്പോൾ ഈ ആംബ്രാഗ്രീസിയ എന്ന ഔഷധത്തിന് മൊത്തത്തിലെടുക്കുമ്പോഴേ ഇത്തരം എറാറ്റിക് ആയിട്ടുള്ള കൃത്യമല്ലാത്ത ലക്ഷണങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളും നമുക്ക് പല ഔഷധങ്ങളിലും വരും. അപ്പോൾ അതുകൂടി നമ്മൾ ചിന്തിച്ചിരിക്കണം. അടുത്ത ഒരു എപ്പിസോഡ് കൂടി ആംബ്രാഗ്രീസിയ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഔഷധത്തിൻ്റെ ലെക്ചർ നമുക്ക് അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.